ഹലോ ഗൈസ്, വെൽക്കം ടു മൈ വേൾഡ്, മൈ ചാനൽ. ഇത് നമ്മുടെ ചാവക്കാടുള്ള മറൈൻ വേൾഡാണ്. ഇവിടെ ഞങ്ങൾ വിസിറ്റ് ചെയ്യാൻ പോണതിന് ഒരു പർട്ടിക്കുലർ റീസൺ ഉണ്ട്. കാരണം ഇൻസ്റ്റയിലത്തെ കുറച്ച് വീഡിയോസും റീൽസും കണ്ടിട്ടാണ് മെയിനായിട്ട് ഞങ്ങൾ ഇവിടേക്ക് ഇറങ്ങി തിരിച്ചത്. വേറെ ഒന്നുമല്ല, നമ്മുടെ ബർത്ത്ഡേ ഡേറ്റ് ഉണ്ടെന്ന് 1 രൂപയ്ക്ക് നമുക്ക് ടിക്കറ്റ് കിട്ടുമെന്നായിരുന്നു പറഞ്ഞത്. അല്ലാന്നുണ്ടെങ്കിൽ 400 റുപ്പീസാണ് പെർ പേഴ്സണ് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ എന്താ രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ 5 പേര് പോയാൽ 4 പേരുടെ ബർത്ത്ഡേയും നവംബറിലാണ്. അപ്പോൾ നല്ല രസമായിരുന്നു. അവർ നമ്മുടെ ആധാർ കാർഡൊക്കെ മേടിച്ച് ഡേറ്റ് ഓഫ് ബർത്തൊക്കെ ചെക്ക് ചെയ്തു. അപ്പോൾ കറക്റ്റാന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് 1 രൂപയ്ക്ക് തന്നെ ടിക്കറ്റ് ചാർജ് ചെയ്തു. അതിനൊരു പ്രത്യേക ഒരു പേപ്പറിൽ സെപ്പറേറ്റ് എഴുതി തന്നിരുന്നു. പിന്നെ എൻ്റെ മൂത്ത മോൾക്ക് മാത്രമാണ് വേറെ ടിക്കറ്റ് എടുക്കേണ്ടി വന്നത്. അതും ഒരു 200 റുപ്പീസ് ആവറേജ് ആ ഒരു റേറ്റാണ് വന്നത്. ഹൈറ്റ് നോക്കിയിട്ടാണ് അവർ ചെയ്യണത്. പിന്നെന്താ, അങ്ങനെ ഞങ്ങൾക്ക് പാസ് കിട്ടി. കണ്ട, ഫ്രീ മെറൈൻ 360 എന്ന് പറഞ്ഞിട്ട് 4 പേഴ്സൺസിന് അങ്ങനെ ടിക്കറ്റ്. പിന്നെന്താണ്, ഇത് മോൾക്ക് എടുത്തിട്ടുള്ള ടിക്കറ്റിൻ്റെയാണ്. ഞങ്ങളിതൊക്കെ കിട്ടിയ സന്തോഷത്തിൽ ഭയങ്കര ഹാപ്പിയായി. ഇത് റീൽസിൽ കണ്ടാൽ ഇത് ജെനുവിനാണോ എന്ന് നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം ചെന്ന് കഴിയുമ്പോൾ വേറെ എന്തെങ്കിലും റീസൺ കാരണം ഇതായി പോയാലോ എന്നും ഉണ്ടായിരുന്നു. പിന്നെ എന്തെങ്കിലും ആവട്ടെ, നമുക്കൊന്ന് ചെന്ന് നോക്കാം, അപ്പോൾ റീൽസായിട്ട് ഇടാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞങ്ങൾ ചെന്നു. ഇപ്പോൾ സംഭവം കറക്റ്റായിരുന്നു. നമ്മൾ എന്നിട്ട് ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് എൻട്രി ചെയ്യാനായിട്ട് പോവാണ്. എല്ലാവരും കട്ട വെയിറ്റിംഗ് ആണ്. വീഡിയോസിൽ മാത്രമേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ കയറി. ആഹാ, നല്ല നമ്മളെ എന്താ പറയുക, അക്വേറിയത്തിൽ മാത്രം നല്ല ലൈറ്റ്സൊക്കെ ഇട്ട് ബാക്കിയെല്ലാം ഡാർക്കണായിട്ട് നല്ല രസമാണ്. പക്ഷേ ഇവിടെ ഫ്ലാഷ് ലൈറ്റ്സ് ഒന്നും ഉപയോഗിക്കാൻ പറ്റാത്ത കാരണം നമ്മൾ തന്നെ ഒന്നും കറക്റ്റ് നല്ല വൃത്തിയിലോ കളറിലോ ഒന്നും തന്നെ കിട്ടിയില്ല. കാറിൽ, അതേപോലെ പെട്ടി ഓട്ടോയിൽ അങ്ങനെയൊക്കെ ആയിട്ട് നല്ല രസത്തിൽ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്താ പറയുക, കുറേ നേരം അവിടെ തന്നെ നിൽക്കാനായിട്ട് തോന്നും. നല്ലൊരു പോസിറ്റീവ് ഫീല് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതുവരെ കാണാത്ത പോലത്തെ മത്സ്യങ്ങളെ കാണാൻ പറ്റിയതും അവരുടെ ഭംഗി, അവർ ആ ക്രിയേറ്റ് ചെയ്താണ് ക്രിയേറ്റിവിറ്റി അക്വേറിയത്തിൻ്റെ ഉള്ളിൽ, അതൊക്കെ ഒരു പ്രത്യേക ഒരു ഫീലായിരുന്നു. ഇപ്പം എന്തായാലും പിള്ളേർ സെറ്റിനൊക്കെ ഭയങ്കര ഇഷ്ടമായി ഇവിടേക്ക് ചെന്നത്. എല്ലാവരും ഫോട്ടോസ് വീഡിയോസ് കാര്യങ്ങൾ എടുക്കുകയാണത് നമ്മുടെ പെട്ടി ഓട്ടയിൽ ചെയ്തേക്കണു. പിന്നെ ഇതിൽ ഏറ്റവും കൂടുതൽ എന്നെയായിരിക്കും മിക്കതും കാണാൻ വഴി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനാണ് ഇങ്ങനെ റീൽസ് എടുക്കാൻ ഇങ്ങനെയൊക്കെ പ്രാന്തായിട്ട് നടക്കുന്ന ആളെ. അപ്പോൾ അത് കാരണം നമ്മളിങ്ങനെ ഇതിൽ ഇടയ്ക്ക് വന്നു പോയിക്കൊണ്ടിരിക്കും. പക്ഷേ നല്ല രസമായിരുന്നു കേട്ടോ. പിന്നെ ഒരുപാട് കാണാനുണ്ട്. ഒരു 1.5 മണിക്കൂറോളം നമ്മളൊരു അത്യാവശ്യം നോർമൽ സ്പീഡിൽ നടന്നാൽ കൂടി അത്രയും നേരം ഉണ്ട് ഇത് കണ്ട് വരാനായിട്ട്. ഇതിനെ കുറച്ച് നേരം അധികം സ്പെൻഡ് ചെയ്ത് ഓരോന്നും കണ്ട് വരാണെന്നുണ്ടെങ്കിൽ വീണ്ടും ടൈം എടുക്കും. നല്ല ഭംഗിയുണ്ട്. നല്ല പഞ്ഞിക്കിട്ട് തലോണ പോലെ നല്ല രസമാണ് ഒറ്റയാളെ നേരിട്ട് കാണാനായിട്ട്. അയ്യോ, എന്തൊരു ക്യൂട്ടാണെന്നറിയോ. അതിൻ്റെ ഇടയിൽ ഞങ്ങളൊരു സെൽഫി അപാരത്, പക്ഷേ ചീറ്റിപ്പോയി ഗൈസ്. സാരമില്ല, ഞങ്ങളിപ്പോൾ അടുത്ത വിഷനെ കാണാനായിട്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് കടന്നിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടുമ്പോൾ അവരെന്നെ വിളിക്കൽ അങ്ങനെയൊക്കെയായിട്ട് അത് വേറൊരു വഴി. പക്ഷെ നൈസാണ്. ഒരു ഫിഷ് ഐറ്റംസിനെ കണ്ടിട്ട് നെക്സ്റ്റ് വെറൈറ്റീനെ കാണാൻ പോകുമ്പോൾ അത് അതിലും മോർ ദാൻ ബെറ്ററാണ് കാണാനായിട്ട്. അത്രയും നല്ല രസമാണ് ശരിക്കും. നമുക്ക് കൈയിട്ട് അതിനെ തൊടാനും പിടിക്കാനൊക്കെ അങ്ങനത്തെ ഒരു ഫീലില്ലേ, അങ്ങനത്തെ ഒരു സംഭവം. എന്ത് രസമാണ് നോക്കി. ഒരാളുടെ ആ സ്കിന്നിൻ്റെ പ്രത്യേകത നമ്മൾ നോർമൽ ഫിഷസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അവർ എന്താ പറയുക, എൻറ്റയർലി ഡിഫറെൻ്റ് ആണിത്. പക്ഷെ നൈസാണ്. ഓക്കെ, ഞങ്ങളിങ്ങനെ അതിൻ്റെ ഇടയിൽ കുറേ വർത്താനം ഞങ്ങൾക്ക് ഇഷ്ടം. അതിൻ്റെ എക്സ്പീരിയൻസൊക്കെ പങ്കുവെച്ച് നടക്കുന്നത്. അലാവുദ്ദീൻ അത്ഭുത വിളക്കിനെ സെറ്റ് ചെയ്തിട്ടുണ്ട് വെള്ളത്തിൻ്റെ ഉള്ളിൽ. നൈസ്. കുട്ടികൾക്കൊക്കെ കാണുമ്പോൾ നല്ല സന്തോഷമായിരിക്കും. നമ്മളവിടെ നിന്ന് ചെറിയൊരു പോസിങ്ങൊക്കെ കൊടുത്ത് ഇറങ്ങി നോക്കി. നിറച്ച് പുള്ളിയുള്ള പുള്ളിമാൻ്റെ പോലെ വെറൈറ്റി ഐറ്റം. അതിൻ്റെ പേര് കണ്ട, റോയൽ. ആഹാ, ഇതൊക്കെ കണ്ടിട്ടുണ്ടോ? നോക്കി, എന്ത് രസമല്ലേ കാണാനായിട്ട്. ഓ, ഈ ഐറ്റമൊക്കെ നമ്മൾ മുന്നേ കണ്ടിട്ടുണ്ട്. പക്ഷേ അതേന്ന് കരിമീൻ, മറ്റേ വേറൊരു പേര് പറയുമല്ലോ, മറന്നുപോയി. ഇതൊക്കെ നമുക്ക് നൈസ്. നോക്കി, ഈ ഗ്ലാസിൻ്റെ മുകളിൽ കൂടെ നടക്കുമ്പോൾ നമുക്ക് ചെരുപ്പ് വെയർ ചെയ്യാനായിട്ട് പറ്റില്ല. അത് നമ്മൾ കയ്യിലെടുത്ത് പിടിച്ചിരിക്കണം. എന്നിട്ടാണ് നമ്മൾ നെക്സ്റ്റ് സെക്ഷനിലേക്ക് കിടക്കാം. ഈ ഗ്ലാസിൻ്റെ അടി കൂടിയും സൈഡിലൊക്കെ ആയിട്ട് ഇത് പോണത് കാണാനായിട്ടുള്ള വ്യൂ നല്ല പക്ക അടിപൊളിയാണ്.
നൈസാണ് കേട്ടോ. ഫുൾ ഓഫ് ഡാർക്കാണ്. അതന്നെ ഒരു നല്ല എയിമാണ്. പിന്നെ നമ്മൾ അത് കഴിഞ്ഞിട്ട് കിടക്കണ ഒരു സ്പേസ് എന്ന് പറയുന്നത് പെഡിക്യൂർ സെക്ഷനാണ്. ആ പെഡിക്യൂർ സെക്ഷനിൽ തന്നെ ചെറുതായിട്ട് സ്നാക്സൊക്കെ മേടിക്കാൻ പറ്റുന്നൊരു സ്പേസ് ഉണ്ട്. നിറച്ച് ഫിഷസ് ഉണ്ട്. പിന്നെ നമുക്കൊരു നല്ലൊരു ആംബിയർ കിട്ടും. കാരണം ഇവിടെ എന്താ പറയുക, സെറ്റ് ചെയ്താക്കണത് അങ്ങനെയാണ്. നമ്മളിങ്ങനെ പെഡിക്യൂർ ചെയ്യാനിരിക്കുമ്പോൾ നേരെ മുന്നിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ നല്ല ഇങ്ങനെ വാട്ടർഫോൾസും അതേപോലെ തന്നെ സ്മോക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ള നൈസ് ഒരു സ്പേസ് ഇതേ ഇപ്പം കാണാം. ഇത് ഏട്ടൻ്റെ ഫ്രണ്ടാണ്. അതെ, ഞാൻ പറഞ്ഞ നൈറ്റ് എത്തി. സംഭവം നല്ല രസമാണ്. ഞാൻ ഇത്തിരി ഫാസ്റ്റ് അടിക്കുകയാണ് കേസ്, അല്ലെങ്കിൽ വീഡിയോസ് ഭയങ്കര അധികമായിട്ട് ലെങ്തി ആയി പോകും. ഇതന്നെ ഭയങ്കരമായിട്ട് ഷോർട്ട് ചെയ്തിട്ടാണ് ഈ ഒരു ലെങ്ത് അയക്കണേ. ഇവിടെയും ഫിഷസുകൾ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വേറെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു രീതിയിൽ നമുക്ക് കാണാനായിട്ട് അടിപൊളിയാണ്. ഇത് ഫുള്ളൊരു സർക്കിൾ ഫുള്ളും ഇങ്ങനെ ഫിഷസുകളെ ഇങ്ങനെ സെറ്റ് ചെയ്താക്കാണ്. ഇങ്ങനെ ഉള്ളിൽ ചെറിയ ഡ്രോയിങ്സ് കാര്യങ്ങൾ അതേപോലെ റോക്സ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് അങ്ങനത്തെ സെറ്റിങ്. ഓക്കെ, കണ്ട ഇവിടെയുണ്ട് ഒരു ചെറിയൊരു വാട്ടർഫോൾ ഏരിയ ആയിട്ട് കൊടുത്തിട്ട് നൈസാണ് കാണാനായിട്ട്. ഓക്കെ, മറൈൻ വേൾഡിലത്തെ ഫിഷസുകൾ ഒരു രക്ഷയില്ല, അടിപൊളിയായിരുന്നു. ഓക്കെ, നമ്മളിപ്പോൾ ആ സർക്കിള് ഏകദേശം തീരാറായിട്ട് റൗണ്ട് ചെയ്ത് നടന്നു വന്നിട്ട് അതേ ഇവിടെ ഒരു മത്സ്യനിക്കുണ്ട്. മത്സ്യനിക എവിടെ ഉണ്ട് മത്സ്യനിക? ഓ മൈ ഗാഡ്, ഇതവിടെ വന്നിട്ടുള്ളൊരു മദാമ എനിക്ക് വീഡിയോ എടുത്ത് തരാമെന്ന് പറഞ്ഞിട്ട് മേടിച്ചതാണ്. പക്ഷെ അത് കറക്റ്റായില്ല ആളെടുത്തത്. പിന്നെ ലൈറ്റനിങ് ഇല്ലാത്ത കാരണം വെളിച്ചം നമുക്ക് കുറവാണ് ഫോട്ടോസുകൾ എടുക്കുമ്പോൾ ഫേസിലേക്ക്. പിന്നെ അത് കഴിഞ്ഞ് കയറുന്ന സെക്ഷനാണ് ഈ ഒരു ഭാഗം, ഈ ഏരിയ. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വെളിച്ചമുണ്ട്, നമ്മുടെ മുഖമൊക്കെ വ്യക്തമായിട്ട് കാണാൻ പറ്റും. പക്ഷെ ഇവിടെ വെളിച്ചം കൊടുത്താൽ വേറെ ഒന്നുമല്ല, ഇവിടുത്തെ തന്നെ വർക്കേഴ്സ് ഫോട്ടോ എടുക്കാനായിട്ട് ഒരു ഏരിയ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഫോട്ടോ എടുക്കാം. അതിന് നമ്മൾ സെപ്പറേറ്റ് പേ ചെയ്യണം. അവിടെ നിൽക്കുന്ന വോളണ്ടിയേഴ്സ് ആണല്ലേ, അവർ നമുക്ക് ഫോട്ടോസുകൾ എടുത്തു തരുന്നതായിരിക്കും. നമുക്ക് വേണമെങ്കിൽ എടുത്താൽ മതി. നമ്മൾ എടുത്തില്ല, ഇവിടെ ഇത്തിരി വെളിച്ചമുള്ള കാരണം നമ്മൾ തന്നെ നമ്മുടെ ഫോൺ വെച്ച് കുറച്ച് വീഡിയോസും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. മറ്റേ അവിടെ പക്ഷെ നല്ല ആയിരുന്നു. പിന്നെ നമ്മൾ വീണ്ടും ഡാർക്ക് സോണിലേക്ക് വീണ്ടും കടന്നു. ഇവിടെയാണെങ്കിൽ ഇത് ഇങ്ങനെ ഡൈനോസറിൻ്റെ ഒക്കെ സ്കെൽട്ടൺ കാര്യങ്ങൾ വെച്ചിട്ട് വേറൊരു തീം ക്രിയേറ്റ് ചെയ്താക്കാണ്. പക്ഷെ നല്ല എയിമാണ്. ഇതൊരു ഓരോ സെക്ഷനിലേക്ക് കിടക്കുമ്പോഴും കുറച്ചധികം ഡിഫറൻസുകൾ നമുക്ക് ഫീൽ ചെയ്യുന്ന തരത്തിലാണ്. ഫിഷസുകളെ ഉണ്ടെങ്കിൽ കൂടി നമുക്ക് ഫീല് നന്നായി കിട്ടുന്നുണ്ട്. എനിക്കത് ഇതിലും ലൈക്ക് കറക്റ്റിന് ഇത് വിവരിക്കാൻ അറിയാത്തതിൻ്റെ പ്രശ്നമാണെന്ന് തോന്നുന്നു. ചിലപ്പോൾ ഇതിൽ നന്നായി ബെറ്ററായിട്ട് നന്നായി പറയുന്നവർക്ക് പറയാൻ പറ്റുമായിരിക്കും. പക്ഷേ എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ നിങ്ങളിലേക്ക് പറഞ്ഞിരുന്നു മാത്രം. ഇത് വേറൊരു സെക്ഷനാണ്. ഈ സെക്ഷനിലേക്ക് വന്നപ്പോൾ നമ്മുടെ അവിടേക്ക് കാവടി പെരുന്നാളൊക്കെ നടക്കുന്ന സമയത്ത് അവരിങ്ങനെ ഓരോ പോർഷനിൽ ഇങ്ങനെ കുറച്ച് ഏരിയാസുകളൊക്കെ സെറ്റ് ചെയ്യാറുണ്ട്. ശരിക്കും ആ ഒരു തീമിലേക്ക് വന്ന പോലെയാണ് ശരിക്കും ഞങ്ങൾക്ക് തോന്നിയത്. ഫോറസ്റ്റ് കാര്യങ്ങൾ പോലെ സെറ്റ് ചെയ്ത് പൂള് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇവിടെയും വൈബാണ്. കുറച്ച് ലൈറ്റൊക്കെ നമുക്ക് വീഡിയോസ് എടുക്കുമ്പോഴൊക്കെ കിട്ടുന്നുണ്ട് ഫേസിലേക്ക്. അത് കഴിഞ്ഞിട്ട് പിന്നെ സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന ഈ ഒരു പോർഷനിലാണെങ്കിൽ കുഞ്ഞി ഫിഷ് ടാങ്ക്സിലായിട്ട് കളർ ലൈറ്റുകൾ കൊടുത്തിട്ട് സെറ്റ് ചെയ്താക്കുന്ന ഒരു ഏരിയയാണിത്. നല്ല രസമാണ്. നമുക്ക് ആ ലൈറ്റിൻ്റെ കളേഴ്സുകൾ കാണുമ്പോൾ തന്നെ നമുക്കൊരു നല്ല രസം തോന്നും. പിന്നെ ഒരു ഗ്ലാസ്സിൽ ഒരു ഫിഷ് അങ്ങനെയായിട്ടാണ് ഇവിടെ കുറച്ചൊരു സെക്ഷൻ സെറ്റ് ചെയ്തേക്കണം. ഓരോ കളേഴ്സിലേക്കും ഏത് കളറിലാണ് മുഖം രസത്തിൽ കിട്ടണേ, കളറിൽ കാണണമെന്നൊക്കെ നോക്കി നടക്കായിരുന്നു ഞാൻ. ആദ്യം കണ്ടത് ഈ ഒരു സൈഡ് ഫുള്ള് ഇങ്ങനെയാണ്, റൈറ്റ് സൈഡ് ഫുള്ള് പക്ഷേ സ്ക്വയർ ടൈപ്പുള്ള ഫിഷ് ടാങ്ക്സിൽ വേറെ വെറൈറ്റി, അതായത് കുറച്ച് മീൻസുകളാണ്. നേരത്തെ കണ്ടതിനേക്കാളും കുറച്ചുകൂടി സ്മോൾ സൈസ് ആയിട്ടുള്ളതും കൂടുതൽ കളറുകൾ ഉള്ള പോലത്തെ ഫിഷസുകളായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം അങ്ങനെ ആ ഫിഷസുകളെ ഇങ്ങനെ കണ്ട് നടന്ന് വന്ന് പിന്നെ നമ്മൾ കുറച്ചും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത സെക്ഷനിലേക്ക് വീണ്ടും കിടക്കുന്നതായിരിക്കും. വെയിറ്റ് കരോ. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് സെക്ഷനിലേക്ക് കിടക്കാറായിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. കിടക്കാറായിക്കൊണ്ടിരിക്കുകയാണ്. കിടക്കും. യെസ്, കിടന്നിരിക്കുകയാണ്. കിടക്കാൻ പോവുകയാണ്. ഇതിൻ്റെ ഒരു എൻട്രി വോൾ
ഇങ്ങനെയാണ് സെറ്റ് ചെയ്താണ് എൻട്രി ഡോറ്. അത് ഇവിടെ വെറൈറ്റി തരം ഫിഷസ്, അത് തെരണ്ടി ടൈപ്പിൽ വരുന്ന ഫിഷാണ്. ഇതിനെല്ലാം ഞാൻ വെറൈറ്റി എന്ന് പറഞ്ഞത് വേറൊരു ഐറ്റം കൂടി ഉണ്ട് ഇവിടെ. എവിടെ പോയി? ആ വീഡിയോ മിസ്സായില്ലോ. കണ്ട, ഇവിടെ വീണ്ടും ഡാർക്കായി. പിന്നെ ഇത്തിരി കൂടി വലിപ്പമുള്ള മീൻസായി. ഇതിലൂടെയും വലിയ തരം അക്വേറിയംസുകളാണ് വീണ്ടും ഇവിടെ സെറ്റ് ചെയ്താക്കുന്നത്. ഓക്കെ, എന്നിട്ട് ഞങ്ങളിങ്ങനെ നടന്ന് ഏകദേശം ഈ ഉള്ളിലേക്ക് കടന്നിട്ടുള്ള ഏരിയ പോർഷൻസ് കഴിയാറായി. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊരു ഫിഷ് ഉണ്ട് ഗൈസ്. ഇതിൽ ഈ റോക്സും കിടക്കുന്നുണ്ട്, ഫിഷും കിടക്കുന്നുണ്ട്. ഇതിൽ ഏതാണ് ഫിഷ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് അവിടെ നിൽക്കുന്ന ആൻറ്റി ഞങ്ങളോട് പറഞ്ഞത്. അപ്പോൾ അത് കണ്ടുപിടിക്കായിരുന്നു. കണ്ടുപിടിച്ചിട്ട് പറയണേ. പിന്നെ നെക്സ്റ്റ് ആ ഏരിയയിൽ തന്നെ കുറച്ചും കൂടി ഗ്യാപ്പിട്ട് കുറച്ച് ഭാഗങ്ങൾ ചെയ്ത് ഫിഷുകളായി ഇട്ടിട്ടുള്ള ഒരു ഏരിയയാണത്. കാണാൻ ഓരോന്നൊന്നിനൊന്ന് മെച്ചാണ്. എന്താ പറയുക, അത് പറഞ്ഞ് തീരില്ല. അത്രയധികം എന്താ പറയുക, രസകരമായിട്ടാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് പെട്ടെന്ന് കാണുമ്പോൾ ഒരു സ്നേക്ക് ആ ഒരു ഇത് പെട്ടെന്ന് ഫീൽ തോന്നി. ഞാൻ വിചാരിച്ചത് ഇത് ഒറ്റൊരു വലുതാണ്, പക്ഷെ അത് അങ്ങനെ ആയിരുന്നില്ല കേട്ടോ, 3 ആയിരുന്നു അത്. പിന്നെ നമ്മൾ ഇത് കുറേ എല്ലാ മീനെ പറ്റി പറയാനായിട്ട് അറിയണേ. ഇതൊക്കെ ഇതൊരു രസമല്ലേ കാണാനായിട്ട്. ഓക്കെ, എന്നൊക്കെ എന്താ ചെയ്യണമെന്നൊക്കെ. വാവ്, ഇതിൻ്റെയൊക്കെ കളർ കോമ്പിനേഷൻസൊക്കെ ഒരു പ്രത്യേകതയിലാണ്. ഇവിടെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് ഇരിക്കാനായിട്ട് പറ്റുന്ന സ്പേസ് ഉണ്ട്. അതുവരെ നമുക്ക് നടന്ന് വരുമ്പോൾ വേറെ ഇരിക്കാനായിട്ടുള്ള ഏരിയ ഒന്നുമില്ല. ഇവിടെ ചെറിയൊരു ബെഞ്ച് 2 ഉണ്ട്. അവിടെ നമുക്ക് ജസ്റ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാം. പിന്നെ പറയണ്ടല്ലോ, ഫുള്ള് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും എങ്ങനെയാണ് മീനുകൾ എങ്ങനെയുണ്ട് ഭംഗിയെന്നൊക്കെ. ഓക്കെ, ഇതെന്ത് കണ്ട് തീരാത്തേന്ന് നമുക്ക് തോന്നും. അത്ര അധികം സ്പേസിലാണ് ഇത് സെറ്റ് ചെയ്താക്കുന്നത്. നമുക്ക് പക്ഷെ എന്നാൽ യാതൊരു മടുപ്പും തോന്നില്ല. ഇത്രയും നേരം നമ്മൾ നടക്കണതിൻ്റെ ആ ഒരു ഫീലൊന്നും ഇത് കണ്ട് നടക്കുമ്പോൾ നമുക്ക് തോന്നില്ല. അത്രയും നല്ല രസകരമായിട്ട് അത്രയും ഭംഗിയുള്ള ഫിഷസിനെയാണ് ഇവിടെ ആഡ് ചെയ്താക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത് ഇത്രയധികം വൈറലാവാനും ആളുകളിലേക്ക് എത്താനും ഉള്ള റീസൺ അതാണെന്നുള്ളത് ശരിക്കും നേരിട്ട് ചെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ശരിക്കും മനസ്സിലായി. ഇനി നമുക്ക് കുറച്ചുകൂടി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇതിൻ്റെ എക്സിറ്റിലേക്ക് എത്തുന്നതായിരിക്കും.
വെറൈറ്റി തരം തെരണ്ടീസുകളെ കണ്ടില്ലേ. എൻ്റെ വാലിന് നല്ല വിഷമാണ്. ഇത് വാവേനെ പേടിപ്പിക്കാൻ കേട്ടോ. ഞാൻ വെള്ളത്തിൽ കിട്ടെ എന്ന് ചോദിച്ചിട്ട് അവൾ പോവാം വീട്ടിൽ പോയാലോ എന്നൊക്കെ പറഞ്ഞു ഇടയിൽ. അപ്പോൾ നൈസായിട്ടെന്നുള്ളതിനെ സെറ്റാക്കാൻ വേണ്ടിയിട്ടാണ് വെള്ളത്തിലിടും എന്നൊക്കെ പറഞ്ഞിട്ട് കളിപ്പിച്ചത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ എവിടെയാണ് ഞങ്ങൾ അടുത്ത സെക്ഷൻ ഇത് എന്തായാലും 1 റുപ്പീസിന് ഈ ടിക്കറ്റ് കിട്ടിയത് ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു അന്നത്തെ ദിവസം. ഇതെന്ന് പറയുന്നത് ഇതിൽ സ്ക്യൂബ ഡൈവേഴ്സ് ഇതിൽ ഇറങ്ങിയിട്ടാണ് ഇതിൻ്റെ പൈപ്പ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഇത് ക്ലീൻ ചെയ്യുന്നത്. അത് നമുക്ക് ലൈവായിട്ട് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ പ്രാക്ടീസ് നന്നായിട്ടുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് വീഡിയോയിൽ കാണാൻ മനസ്സിലാവും. കണ്ടോ, നമുക്കിങ്ങനെ മുകളിലും ഗ്ലാസ് തന്നെയാണ്, അതിൻ്റെ മുകളിലും ഫിഷസുകൾ കാര്യങ്ങളുണ്ട്. ഇതും ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ഫീലായിരുന്നു. എന്താണെന്ന് പറയുക, ആ സെക്ഷൻ അതും കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായി. പോവാമെന്ന് പറഞ്ഞ ആളുകൾ മറ്റേ അവിടെ ചേട്ടന്മാരിങ്ങനെ വെള്ളത്തിൽ കിടക്കണമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കര ത്രില്ലിങ്ങായി. ഫിഷസിൻ്റെ പോലെ തന്നെയാണല്ലോ അമ്മ, ഇതെങ്ങനെയാണിത് എന്നൊക്കെ ചോദിച്ചിട്ട് ഉള്ളതായിരുന്നു. പിന്നെ നമ്മുടെ ഒരു ചെറിയൊരു പ്രകടനം റീൽസിനൊക്കെ വേണ്ടിയിട്ട് എടുത്താലോ എന്ന് പറഞ്ഞിട്ട്, പക്ഷേ ലൈറ്റ് ഭയങ്കര കുറവ് തന്നെയായിരുന്നു. ഇതേ ആ സെക്ഷൻ കഴിഞ്ഞിട്ട് വീണ്ടും ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഈ എന്താ പറയുക ഫിഷസിൻ്റെ ഏരിയാസുകൾ ഇങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് പറയാനായിട്ട് വേർഡ്സ് ഇല്ലാണ്ട് ഞാനിത് ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് നോക്കിയേ, ഇത് മറ്റേ മാന്തളോ അങ്ങനത്തെ ടൈപ്പിൽ വേണ പോലത്തെ ഒരു വിഷ്. പിന്നെ ഇത് കഴിഞ്ഞപ്പോൾ ഞങ്ങളിതേ പുറത്തേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ മറൈൻ വേൾഡിൻ്റെ പുറത്തേക്കല്ല, ആ ഫിഷസിൻ്റെ ഏരിയാസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് വേറെ നമുക്ക് ടച്ച് ചെയ്യാനായിട്ട് പറ്റുന്ന ഫിഷസിൻ്റെ ഏരിയയിലേക്ക് കടന്നു. ഇവർക്ക് നമുക്ക് ഫീഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവർ നമുക്ക് ഫീഡ് തരും. അപ്പോൾ നമ്മൾ അത് കയ്യിൽ വെച്ചിട്ട് പതുക്കെ കൈ തുറന്നാൽ മതി എന്ന് പറയും. അപ്പോൾ ആദ്യം എനിക്കൊരു പേടി ഉണ്ടായിരുന്നു, ഇവർ മീൻ എന്തെങ്കിലും ഇതാക്കുകയോ ചെയ്യുമോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ചേട്ടനും ഏട്ടനും അതേപോലെ കുട്ടികളൊക്കെ കൂടി പോയി നിന്ന് ചെയ്തപ്പോൾ അത് ഞാൻ വീഡിയോ എടുത്തു. അതിന് ശേഷമാണ് പിന്നെ ആദ്യം ഹാൻഡ് വാഷ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഫീഡ് ചെയ്യാനായിട്ട് പോകേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അവർ നമുക്ക് ഇൻസ്ട്രക്ഷൻസ് തരും. പക്ഷെ എനിക്ക് ഫീഡ് കൊടുക്കാനായിട്ട് വെച്ചപ്പോൾ ഭയങ്കര ഇഷ്ടമായി. ഭയങ്കര സോഫ്റ്റായിരുന്നു ഈ മീനുകൾ, കാണാനും നല്ല ഭംഗി. എനിക്ക് കൈയെടുക്കാൻ തോന്നിയില്ല. എന്നിട്ട് ഞാൻ വീണ്ടും പോയി ഇവർക്ക് ഫീഡ് ചെയ്ത്. കണ്ടോ, എല്ലാതും ഫുഡിന് വേണ്ടിയിട്ട് ഇങ്ങനെ ആക്രാന്തം പിടിച്ച പോലെ കിടന്നിട്ട് ഇങ്ങനെ എന്താ പറയുക ഒച്ച ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക ഫുള്ളായിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും ഇങ്ങനെ ഇതൊരു ബാക്ക് സൈഡ് പോർഷനാണ്, അവിടെ ഫിഷിൻ്റെ ഒരു ഡെമോ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ കുറച്ച് നടന്നു കഴിയുമ്പോൾ നമുക്കിവിടെ ഒരു എന്താ പറയുക ഒരു റാബിറ്റിൻ്റെ പുറത്തേക്ക് ഇരുന്നിട്ട് നമുക്ക് ഫോട്ടോസ് എടുക്കാം. ഇത് 360 ഡിഗ്രി ഫോട്ടോ ആണ്. ഇത് ഞങ്ങൾക്ക് ഈ ടിക്കറ്റ് എടുത്തപ്പോൾ അതിൻ്റെ കൂടെ ഫ്രീ ആയിട്ടുണ്ടായിരുന്നൊരു കോംബോ ആയിരുന്നു ഫോട്ടോഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചെറുതായിട്ട് ഒരു കോപ്പറേറ്റീവിലൊക്കെ കാണിച്ചിട്ട് ഇറങ്ങി വന്നു. ഇവിടെ നമുക്ക് ഫിഷിങ് ചെയ്യാൻ പറ്റും. അതിന് നമുക്ക് ഇങ്ങനെ പേ ചെയ്യണം. നമുക്ക് കുട്ടികൾക്കൊക്കെ ഇറങ്ങി നിന്നിട്ട് ഫിഷിനെ പിടിക്കാൻ പറ്റുന്ന ഏരിയയാണ്. പിന്നെ നമുക്ക് ഇതൊരു ബീച്ച് ഹട്ട് എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻ്റാണ്. ഈ റെസ്റ്റോറൻറ്റിനെ പറ്റിയിട്ടുള്ള കുറച്ച് കഥകൾ പറയാനുണ്ട് ഗൈസ്. ഇവിടെ അതിൻ്റെ ഇടയിൽ പരന്ന് തന്നിരുന്നപ്പോൾ ഒരാകാംക്ഷയിൽ അതിനെടുത്തതാണ്. അപ്പോൾ ഈ റെസ്റ്റോറൻറ്റിൻ്റെ പേര് നോക്കി വെച്ചോ, ബീച്ച് ഹട്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാം. അതിന് മുന്നേ ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് എടുത്തു. പിന്നെ കുട്ടികൾക്ക് എന്താ പറയുക ജീപ്പിൽ കയറണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ജീപ്പിൽ കയറ്റി. അതിനൊക്കെ സെപ്പറേറ്റ് നമ്മൾ പേ ചെയ്യണം. ഇതൊന്നും ടിക്കറ്റിൽ ഇൻക്ലൂഡഡ് അല്ല. നമ്മൾ ഇൻസ്റ്റഗ്രാം വീഡിയോസിൽ പറയുമ്പോൾ അവർ ടിക്കറ്റ് റേറ്റ് മാത്രമാണ് പറയണേ. പിന്നെ ഇവിടെ ഇന്നത് കാര്യങ്ങളുണ്ട്, ബേർഡ്സിനെ കയ്യിൽ വെക്കാം, പാമ്പിനെ മേത്ത് വെക്കാം, അങ്ങനെയൊക്കെ മാത്രമേ പറഞ്ഞവർ വിടണുള്ളൂ. പക്ഷെ നമ്മളിതിൽ എൻട്രി ചെയ്തതിന് ശേഷമാണ് നമ്മൾ അറിയുള്ളൂ എല്ലാത്തിനും സെപ്പറേറ്റ് പേയബിൾ ആണെന്നുള്ളത്. ഇവിടെ മറ്റേ ഹൊറർ റൂം കാര്യങ്ങൾ എല്ലാത്തിനും നമ്മൾ സെപ്പറേറ്റ് പേ ചെയ്യണം. അതായത് പെർ പേഴ്സണ് വെച്ചിട്ട് അത് ചിലത് 100 റുപ്പീസ്, ചിലത് 70 റുപ്പീസ്, അങ്ങനെയൊക്കെയാണ് അതിൻ്റെ റേറ്റ് ചാർജുകൾ വരുന്നത്. പിന്നെ ഇത് പോയിട്ട് ഒരുപാട് മാസങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യണത്. അത് കാരണം അതിൻ്റെ എമൗണ്ട് റേഞ്ചൊക്കെ കുറച്ചിങ്ങനെ മറന്നുപോയി. അതാണ് ഞാൻ ഏകദേശം പറയണത്. ഏതോ ഒരെണ്ണത്തിന് 70 റുപ്പീസാണ്. പിന്നെ അതിന് എബോ ആണ് ചാർജസുകൾ വന്നിട്ടുള്ളത്. ഇത് നമുക്ക് കുറച്ച് നേരത്തേക്ക് തരും. അത് നമ്മൾ കുട്ടികളെ കൊണ്ട് കുറച്ച് നേരം
അവർക്ക് ഓടിക്കാനായിട്ട് ഇതാക്കി. അവർക്ക് സന്തോഷമായി, ഹാപ്പിയായി ഇങ്ങനെ വണ്ടിയിൽ പോയപ്പോൾ. ഈ ബീച്ച് കെട്ടെന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻറ്റിൽ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് വെയിറ്റിംഗ് ആണ്. ഇവിടെ ഞങ്ങൾക്ക് ഒരു പ്രശ്നം പറ്റിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡെല്ലാം പക്കയായിരുന്നു. പക്ഷേ ഇവരെ ഈ ഫുഡിൻ്റെ റേറ്റുകൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത് കറക്റ്റിനായിരുന്നില്ല. അതിൽ കുറച്ച് മിസ്സിങ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ തെറ്റിയിട്ടാണ് റേറ്റ് കണ്ടത്. അതിൻ്റെ ഇടയിൽ പരുന്ത് തന്നിരുന്നപ്പോൾ ഞങ്ങൾ പരുന്തിനെ വീഡിയോ എടുത്തു. കാരണം ഫുഡ് വന്നിട്ടില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ പരുന്തായിട്ട് സെൽഫി എടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് അവിടെ സെൽഫി കാര്യങ്ങൾ എടുക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതിൻ്റെ ഇടയിൽ ഫുഡ് കഴിച്ചു. അതിൻ്റെ ഇടയിൽ പരുന്തിന് ഞങ്ങൾ ഫിഷും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തു. അപ്പം എന്താ പറയുക, നമ്മൾ ഫിഷിൻ്റെ റേറ്റ് ചോദിച്ചപ്പോൾ ഞങ്ങൾ കേട്ടത് 40 റുപ്പീസാണ് റേറ്റ് കേട്ടത്. 40 സംതിങ് റേറ്റ് കേട്ടത്. അപ്പോൾ അതെന്ത് ഇത്രയും റേറ്റ് കുറവാണല്ലോ, ഫിഷ് വന്നപ്പോൾ നല്ല വലിയ ഫിഷായിരുന്നു, ഇത്രയും റേറ്റ് കുറവ് എന്ന് ഞങ്ങൾ വിചാരിച്ചു. അപ്പോൾ നല്ല അഫോർഡബിൾ പ്രൈസിന് ഭയങ്കര ചീപ്പ് റേറ്റിനാണ്, നല്ല അത്യാവശ്യം നല്ല ഫുഡും ആയിരുന്നല്ലോ ഉള്ള ഇതായിരുന്നു. അപ്പോൾ ഇപ്പം ഞാൻ ഫിഷിൻ്റെ വലിപ്പം കാണുന്നതായിരിക്കും ഇത്ര ഉണ്ടായിരുന്നു ക്വാണ്ടിറ്റി. അപ്പോൾ നമ്മൾ പോവാന്നൊക്കെ പറഞ്ഞു. പക്ഷേ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഫിഷിന് 458 രൂപയായിരുന്നു റേറ്റ്. ഞങ്ങളെല്ലാവരും ഓരോന്ന് പേ ചെയ്തു. അതാണ് സങ്കടം ഉണ്ടായി. ടിക്കറ്റ് 1 രൂപയ്ക്ക് എടുത്തിട്ട് ഫിഷിന് മാത്രം ഞങ്ങൾ 458 റുപ്പീസ് പേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോക്കിയിട്ട് ഈ റെസ്റ്റോറൻറ്റിൽ കയറാം. പിന്നെ ഈ ബേർഡ്സിനൊക്കെ തലയിൽ വയ്ക്കുന്ന കയ്യിൽ വയ്ക്കണതൊക്കെ ഒരു ഫീഡുകൾ ഇടും നമ്മുടെ തലയിൽ. അതാണ് അവർ നോക്കി വന്നിട്ടിരിക്കുന്നത്. പക്ഷേ ഇതിനൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെപ്പറേറ്റ് പേ ചെയ്യണം. ഒരാൾക്ക് 100 റുപ്പീസിനുള്ള ചാർജിന് നമ്മൾക്ക് ചാർജ് ചെയ്യണം. കുട്ടികൾക്ക് കുറച്ച് റേറ്റ് കുറവാണ്. ഈ 400 റുപ്പീസിന് പുറമെ വരുന്ന ചാർജസാണ്. ഞങ്ങൾക്ക് ടിക്കറ്റ് ടിക്കറ്റ് 400 എടുക്കുന്നവർക്കും ഈ ചാർജ് തന്നെയാണ്. വേറെ സെപ്പറേറ്റ് നമുക്ക് ചാർജ് ചെയ്യണം. അതേപോലെ ഈ പഞ്ചവർണ്ണത്തത്തേനെ വെക്കാനും സെപ്പറേറ്റ് വേറെ പേ ചെയ്യണം. അതുപോലെ ഈൽ കിടക്കുന്ന ഈ പാമ്പിന് വേറെ റേറ്റാണ്. അതായത് സെപ്പറേറ്റ് 100 റുപ്പീസോ അങ്ങനെ എന്തോ ആണ് പറഞ്ഞത്. എത്രയും ടൈമിന് കേട്ടോ കുറച്ച് നേരത്തേക്ക് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഞാനിത് ഫ്രീ ആണെന്ന് വിചാരിച്ചിട്ട് അന്നെങ്കിൽ നോക്കാം കയ്യിൽ വെച്ചോന്ന് പറഞ്ഞു. പിന്നെ പേബിളാന്ന് പറഞ്ഞാൽ നീ വേണ്ട, ഇത്രയും പേടിച്ച് കാണിച്ച് കാശ് കൊടുത്ത് വെക്കേണ്ട. ഈ ഉടുമ്പിനെ വെക്കാനും വേറെ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യണം. അപ്പോൾ ഉടുമ്പന്നെയാണ് എൻ്റെ ഒരു ഓർമ്മ. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ഇത് കണ്ടോ, മീൻ ഇടുമ്പോഴേക്കും ഒരു ടപ്പാന്ന് വെച്ചിട്ട് പിടിക്കും. അതിന് ഭയങ്കര സൗണ്ടാണ്. നമുക്ക് പെട്ടെന്ന് ഒരു പേടി അല്ലെങ്കിൽ ഒരു ഞെട്ടൽ അങ്ങനെ ഒരു സംഭവം വരും. അത്രയും സൗണ്ടാണ് ഇവർ മീൻ ഇങ്ങനെ പ്ലക്കാന്ന് വെച്ചിട്ട് ഇങ്ങനെ പിടിക്കണത്. നമുക്കൊരു പ്ലക്കർ തരും. ആ പ്ലക്കർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഫിഷിനെ ഇട്ട് കൊടുക്കുന്നത്. എൻ്റെ ഹസ്ബൻഡാണ് ഇടി കൊടുക്കുന്നത്. ഞാൻ പക്ഷേ ഫസ്റ്റ് അത് ചീറ്റിപ്പോയി. ആ വെള്ളത്തിലേക്ക് ശരിക്കും വീണില്ല. കാരണം ഒരാൾ കണ്ടൂല, അതിന് തിന്നൂല. ഇതിപ്പോൾ എൻ്റെ ഫ്രണ്ട് ഇതായിരുന്നു കണ്ടോ, ആ വെള്ളം എത്രമാത്രം ഇതാവുണ്ടെന്ന് നോക്കിയേ. ഓക്കെ, അടുത്ത് ഞാൻ കുറച്ച് സിസ്റ്റേഴ്സൊക്കെ ഇത് വിസിറ്റ് ചെയ്യാൻ വന്നിട്ടുണ്ട് കേട്ടോ. അവരിതേപോലെ ഇട്ട് കൊടുക്കണുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ഇതൊരു ഇൻട്രസ്റ്റ് ഇട്ട് കൊടുക്കാൻ. ഞാൻ കുറേ എണ്ണത്തിന് കണ്ടതിൻ്റെ വീണ്ടും ചുറ്റിപ്പോയി. എന്നിങ്ങനെ ഭയങ്കര പുച്ഛിച്ചു കുറച്ച് നേരം. പക്ഷെ പുച്ഛിച്ചാലും ഞാൻ വിട്ടു കൊടുത്തില്ല. ഞാൻ വീണ്ടും ഇട്ട് തന്നെ കൊടുത്തു. അങ്ങനെ എൻ്റെ ഓക്കെ. ഇതെൻ്റെ ഹസ്ബൻഡ്, എൻ്റെ ഏട്ടൻ ഇട്ട് കൊടുക്കാൻ പോകുന്നുണ്ട്. ഓക്കെ, എന്തായിരിക്കും എന്നുള്ളത് ഇതേ വീഡിയോ എടുക്കാനായിട്ട് പോവാണ്. മാറിക്ക് ചേട്ടാ, എൻ്റെ ഏട്ടനാണ് നോക്കട്ടെ. കിട്ടിയില്ല.